എരഞ്ഞിപ്പാലത്ത് നിയമലംഘനത്തിനെതിരെ പ്രതികരിച്ച പ്രഭാവതി അമ്മ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വൈറലാണ്. എല്ലാ ഭാഗത്തു നിന്നും അമ്മയ്ക്ക് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ ആദരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ബൈക്ക് യാത്രികരെതിരെ നടപടിയെടുത്തിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ്. ബൈക്ക് യാത്രക്കാരന്റെ ലൈസൻസ് തടഞ്ഞു വെക്കാനാണ് തീരുമാനം. ഫുട്പാത്തിലൂടെ വാഹനം ഓടിച്ചതിന് പിഴയും ഈടാക്കും. കൂടാതെ നടപ്പാതകളിലെ നിയമലംഘനം തടയാൻ പ്രത്യേക ഡ്രൈവ് നടത്തുമെന്നും മോട്ടോർ വാഹന വകുപ്പ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് നിയമലംഘനം നടത്തി ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിച്ചു കയറ്റിയ ആളെ തടഞ്ഞ പ്രഭാവതി അമ്മയെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. നിയമം പറയണമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു നിയമമല്ല, നിയമത്തിന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് പോകണ്ടെന്ന്. അത് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജയവും തോൽവിയൊന്നും ഇല്ല, നിയമമാണ്, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇന്ന് ആ നിയമലംഘനം നടത്തിയ ആ ബൈക്ക് യാത്രക്കാരനെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. അവർക്കെതിരെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആ ബൈക്ക് യാത്രക്കാരൻ്റെ ബൈക്ക് ഓടിച്ച ആളുടെ ലൈസൻസ് കുറച്ച് ദിവസത്തേക്ക് തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പിഴ ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർ ബൈക്ക് ഓടിച്ച ആളെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എടപ്പാളിലുള്ള സ്ഥാപനത്തിൽ ഒരാഴ്ചക്കാലത്ത് നിർബന്ധിത പരിശീലനത്തിന് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് തുടർ നടപടികൾ എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ പോലീസുമായി സഹകരിച്ച് ഈ കോഴിക്കോട് ജില്ലാ പരിധിയിൽ സീബ്ര ലൈൻ ഉൾപ്പെടെ ആളുകൾ നടന്നു പോകുന്ന ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോകുന്ന സ്ഥലത്തേക്ക് നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരെ, വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടി സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലയിലെ ഉദ്യോഗസ്ഥർ ഈ പ്രഭാവതി അമ്മയെ എരഞ്ഞിപ്പാലത്ത് അവരുടെ വീട്ടിലെത്തി പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയുണ്ടായി. ഈ ജനങ്ങൾക്ക് ബോധവൽക്കരണം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വലിയ ഒരു ധൈര്യപൂർവ്വമുള്ള ഇടപെടൽ നടത്തിയതിന് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ ആദരിച്ചു, പൊന്നാട അണിയിച്ചു. ആ നടപടിയിലേക്കൊക്കെ മോട്ടോർ വാഹന വകുപ്പ് നീങ്ങിയിരിക്കുകയാണ്. ഏതായാലും പ്രഭാവതി അമ്മയുടെ ഇടപെടൽ അതൊരു വൈറൽ വീഡിയോ എന്നതിലുപരിയായി നമ്മുടെ സമൂഹത്തിലും ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.